വചനസാക്ഷ്യമേകാൻ. ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചനസാക്ഷ്യമേകാൻ. ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. ഗുഡ്നസ് ടി വിയുടെ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തങ്കച്ചൻ ബ്രദറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് തങ്കച്ചൻ ബ്രദർ നമ്മളോട് ഇനിയും വിശേഷങ്ങൾ പറയാൻ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇവിടെ വന്നപ്പോൾ ഞാൻ തങ്കച്ചൻ ബ്രദറിനെ ബ്രദറിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പം അയ്യോ, സാധുവായിട്ടൊരു മനുഷ്യൻ, എളിമ എന്ന് പറയുന്നത് എന്താണോ അതിന് എന്താ പറയാ ശരിക്കും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ കൃപ, ഞാൻ നവീനത്തിൽ വന്നപ്പോൾ തൊട്ട് ജനങ്ങളെ ഫോം ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. കാര്യം എന്താ പറഞ്ഞാൽ 2 തിമോത്തി 2 എന്നെ സ്പർശിച്ച ആദ്യത്തെ വചനം 2 തിമോത്തി 2 മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് പറയാമോ? എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്നിൽ നിന്നും കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല. വരുന്ന ക്ലേശങ്ങളെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ്. ഞാൻ ചില കാര്യങ്ങൾ മാനേജ്മെൻറ്റിനോട് ചില കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കൊരു പ്രൊമോഷൻ തന്നു. ടെക്നീഷ്യനായിട്ട് പോസ്റ്റ് എന്നെ തീപ്പെട്ടി കമ്പനി കൊള്ളയർത്താൻ പറഞ്ഞു വിട്ടു. ഞാൻ അതിന് പോകാൻ കാരണം, എൻ്റെ മകനെ, നീ എൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. വരുന്ന ക്ലേശങ്ങളെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുക. അപ്പോൾ ആ കമ്പനിയിലെ ആ രീതിയിലൊരു ആറ്റിറ്റ്യൂഡ്. പിന്നെ ഫിലിപ്പിയർ 2:4 കമ്പനിയിൽ എൻ്റെ ജോലി തുടങ്ങിയത്. ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞ് അത് പറയാം. അതായത് അവനുണ്ടായിരുന്ന അതേ മനോഭാവം നമുക്കും ഉണ്ടാകട്ടെ പറയാണ്, ക്രിസ്തുവിനുണ്ടായിരുന്ന. എന്നിട്ട് പറയാണ്, അവൻ ദൈവത്തോട് സമനായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്നു. ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു ഞങ്ങളുടെ കമ്പനിയിലെ പെമ്പിള്ളാരാ. അപ്പോൾ ഞാൻ ധ്യാനം കൂടി എന്നെ സ്പർശിച്ചത്, കർത്താവേ, 19 മാസക്കാലം എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് ഞാൻ അതുങ്ങളുടെ പേരും അറിയത്തില്ല, വീടും അറിയത്തില്ല, ഊരും അറിയത്തില്ല. അവരെ മാറ്റി നിർത്തിയിരിക്കുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് എങ്ങനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാം? ഒരു ഏകസ്ഥനായ ഞാൻ ആദ്യമായിട്ട് ഇത്തിങ്ങളെ എല്ലാവരെയും എൻ്റെ കൂടപ്പിറപ്പുകളായി സ്നേഹിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ വന്നിരുന്ന ഒരു പ്രാർത്ഥന തുടങ്ങി ഓരോരുത്തർക്കും വേണ്ടി. അതാണ് ഞങ്ങളുടെ കമ്പനിയിലാണ് ആദ്യത്തെ ഇവാഞ്ചലൈസേഷൻ. ഇതേ ആ സ്നേഹമാണ് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ പാൻറ് ഷർട്ടൊക്കെ മാറ്റി ഒരു അച്ഛനൊരു കോട്ടൺ തുണി വാങ്ങിച്ചു തന്നിരിക്കാൻ കമ്പനി മരുന്ന് മുക്കുമ്പോഴേക്ക് ഇടാനായിട്ട്. അപ്പം ഞാൻ അത് എടുത്തിട്ട് അതുകൊണ്ട് നോക്കിയപ്പോൾ 65 സെൻറ്റ്, ആപ്പാട് 165 സെൻറ്റിമീറ്ററാണ് തുണിയുടെ നീളം. അത് കോട്ടൺ, നമ്മുടെ ഇടിയപ്പൊക്കെ ചുടുമ്പോൾ അതിനകത്തിരുന്ന തുണിയില്ലേ, ആ ദിവസം തുണിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറെ തുണി പോലെ. അപ്പം അത് കണ്ട് ഷർട്ട് തയ്ച്ചാൽ ബ്ലൗസായി പോകുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനെന്ത് ചെയ്തു, സിസ്റ്റേഴ്സ് 5 സിസ്റ്റേഴ്സ് ഉണ്ട് കുട്ടികളെ, അവരോട് പറയും, ഇതുകൊണ്ട് ഒറ്റ ഉടുപ്പ്, ആട്ടിടയന്മാരുടെ ഉടുപ്പില്ലേ, ഒരു ചുരുക്കും ഇല്ലാത്ത ഒരു എത്താവുന്നത്ര നീളത്തിൽ. അപ്പൊ എന്റെ മുട്ടിന് താഴെ വരെ നീളം എത്തും, കൈ ഇവിടം വരെ. ഇവിടെ ഒരു ചരട് വിട്ട് കെട്ടി. അതുകൊണ്ട് ഞാൻ അവരോട് തീപ്പെട്ടിക്കുമ്പോൾ പണി തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് കർത്താവ് എന്നെ ഒത്തിരി രൂപപ്പെടുത്തി. അവിടെ തീപ്പെട്ടി 6.5 കിലോ വരുന്ന ഫ്രെയിമൊക്കെ എടുത്ത് 360 ഫ്രെയിമൊക്കെ മുക്കുമ്പോഴേ കൂടെ നിൽക്കുന്ന പെമ്പിള്ളേർ, സാറിന് ഇത്ര സന്തോഷം എന്താ സാറേ? മോളെ, എൻ്റെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിവസ്തുവായി സമർപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ തീപ്പെട്ടിയുടെ ഫ്ലെയിം ഇങ്ങോട്ട് വന്ന് എൻ്റെ മീശയൊക്കെ കരിയുമ്പോഴും മുഖം പൊള്ളുമ്പോഴും എനിക്ക് വിഷമമില്ലാത്തതാണ് എന്നിങ്ങനെ പറഞ്ഞ് കേട്ടാണ് ആ പിള്ളേർ. അല്ലാണ്ട് അവരോട് പോയി യേശുവൊക്കെ രക്ഷകൻ എന്ന് പറഞ്ഞതുകൊണ്ടല്ല. അവരുടെ ലൈഫ്, എൻ്റെ ലൈഫ് ഞാൻ ഒരിക്കലും അവരെ അസ്വസ്ഥനായി നിൽക്കുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല. ഒരു ചോദ്യം, തങ്കച്ചായൻ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞത് ഒരു ടീമിന്റെയും ഭാഗമല്ല. അല്ല, അതൊരു വ്യത്യസ്തമായി കാണുന്നു. ഭാഗമല്ലാത്തതിന് വേറെ കൊണ്ടല്ല, അതെല്ലാം കർത്താവിന്റെ ശരീരം എനിക്ക് മനസ്സിലായോ? ഒരു ടീമിനോട് വേണ്ടി മാത്രമല്ല. അല്ല, എനിക്ക് ഒരു വിരലിന് വേണ്ടി മാത്രം നോക്കുവോ? ഞാൻ നിത്യം സഭയ്ക്ക് വേണ്ടി മാത്രം നിന്നാൽ ഒക്കത്തില്ല. കാരണം വത്തിക്കാൻ കൗൺസിലിന്റെ അരൂപി സ്വീകരിച്ച ഒരു അൽമേനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകണം. മാത്രമല്ല, ദൈവം തന്ന വലിയൊരു കൃപ. ഞാൻ ഈ സോണിലൊക്കെ പ്രവർത്തിച്ചു വന്നപ്പോൾ 1986 എൻ്റെ 29-30 വയസ്സ് ആയിട്ടില്ല. അന്ന് ഞാൻ KST മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ സർവീസ് ടീം, കരിസ്മാറ്റിക് നിയമനത്തിക്കുന്ന ടീമുണ്ട്. അപ്പോൾ അതിന് 24 സോണുകളുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ടൈമില് ഞാൻ വൈസ് ചെയർമാനായി. പിന്നെ 2 ടൈം അനുസരിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ ഒക്കത്തില്ല. പക്ഷേ പിന്നെയും 2 ടൈം കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ വൈസ് ചെയർമാനായി.
അങ്ങനെ 4 തവണ വൈസ് ചെയർമാനായി. അപ്പം അതുകൊണ്ട് കിട്ടിയ ഗുണം കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ഇടവകളിൽ എനിക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം. ഞാൻ വൈസ് ചെയർമാനാണ്, പിതാക്കന്മാർക്കൊക്കെ അറിയാം എന്നെ. അങ്ങനെ അതുകൊണ്ടാണ് ഔദ്യോഗിക സഭയായിട്ട് ഞാൻ ഇത്രയും ബന്ധം വരാൻ കാര്യം. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഭക്തസംഘടനകളെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഞരമ്പുകളാണ്. അതുകൊണ്ട് ഞാനൊരു വിൻസെൻഷ്യൻ മെമ്പറാണ്. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഓൾ കേരള തലത്തിലെ മിക്കവാറുമുള്ള ഏരിയ കൗൺസിലെയും കേന്ദ്ര സമിതിയെയൊക്കെ ധ്യാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ രൂപതയിലും. അതായത് ബത്തേരി രൂപതയും സുൽത്താൻപേട്ടയും നമ്മുടെ പുതിയ സീറോ മലബാറിൻ്റെ പുതിയ രാമനാഥപുരം, ആ 3 രൂപത ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോയി വിൻസെൻ്റ് പോളെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലം രൂപതയിലെ കപ്പ്യാരന്മാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ കൈക്കാരന്മാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ അധ്യാപകരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഏകസ്ഥനായി നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും പ്രവർത്തിക്കുകയായിരുന്നു അല്ലേ? ഏകദേശം എത്ര വർഷക്കാലം? അതായത് 83-ലാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. 81 മുതൽ എമാത്തി സാറും ജെയിംസ് കുട്ടി ബ്രദറും ഒക്കെ എൻ്റെ മുറിയിലാണ് വന്ന് കിടക്കുന്നത്. അവിടെ ഞാൻ പള്ളിമുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്ന ഈ ധ്യാനഗുരുക്കന്മാർ എല്ലാവരും പറയും, തങ്കച്ചാ നീ പ്രാർത്ഥന നീ പ്രസംഗിച്ച എത്ര മനോഹരമാണെന്നറിയാവോ, അതുകൊണ്ട് നീ പ്രസംഗിക്കാൻ ഇറങ്ങണം. അവന് സാറേ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ട് ഞാൻ കാണണം, എന്നാലേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അവസാനം ഇവർ 2-3 ധ്യാനഗുരുക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ എന്നെ ആദ്യത്തെ പ്രസംഗത്തിന് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ദൈവസ്നേഹം, യേശു രക്ഷകൻ, പാവം മോചനം, എല്ലാ വിഷയങ്ങളും വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കണം, എന്തിനു വേണ്ടി പ്രസംഗിക്കണം, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കണം എന്നൊക്കെ ഇരുന്ന് പഠിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇടിക്കുന്ന നേരെ കഞ്ഞിക്കുഴിയാണ് ആദ്യത്തെ പ്രസംഗം. അന്ന് ആനക്കുഴിക്കാട്ടി പിതാവാണ് അവിടെ ധ്യാനം നടത്തി കഴിഞ്ഞത്, അഗസ്റ്റിൻ പള്ളിക്കുന്നിലച്ഛനും. ഇടുക്കി കഞ്ഞിക്കുഴിയെ കുറിച്ചല്ലേ? ഇടുക്കി കഞ്ഞിക്കുഴി. അപ്പോൾ പിതാവെന്ന അച്ഛനാണ്. ഇവരുടെ ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടെ തോമസ് ആനക്കുഴിക്കേട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനിയനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തങ്കച്ചാ ഇവിടെ വന്ന് ഒരു 1 ഡേ സെമിനാർ നടത്തണം. അപ്പോൾ ഞാൻ ആദ്യത്തെ സെമിനാർ അച്ഛാ, ഞാൻ ഇതുവരെ സെമിനാർ നടത്തിയിട്ടില്ല. അപ്പം മാത്യു സാർ പറഞ്ഞ്, നിന്നെ ഞാൻ തല്ലിയാലേ നീ ഇറങ്ങത്തുള്ളൂ അല്ല. അന്ന് വഴക്കും പറഞ്ഞ് കൈ തല വെച്ച് 2-3 പേരോട് പ്രാർത്ഥിച്ചൊക്കെ എന്നെ ഇറക്കി വിട്ടു. ഞാനിങ്ങനെ പറന്ന പോണത്. അന്ന് വണ്ടിക്കില്ല, കഞ്ഞിക്കുഴി ചേരച്ചോട്ടിന്ന് 7 കിലോമീറ്റർ എൻ്റെ കാൽ വഴുതുവാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പാട്ടും പാടി ഒരു കല്യാണത്തിൽ ചാടി അവിടെ ചെന്നപ്പോൾ എല്ലാം കൂടെ സ്തുതിച്ചു ഭയങ്കര ബഹളം. അപ്പോൾ വിചാരിച്ചോട് തങ്കച്ചാ ഈ സ്തുതിപ്പ് നിർത്താൻ വല്ല മാർഗം ഉണ്ടോ? ഞാൻ അച്ഛൻ എൻ്റെ കന്നി പ്രസംഗമാണ്, എനിക്ക് നിർത്താൻ അറിയത്തില്ല. ഞാൻ കൈയടിച്ച് നോക്കി, അപ്പോൾ എല്ലാം കൂടെ കൈയടിയായി. അത് കഴിഞ്ഞ് നീന്തിയൊക്കെ തുടങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, താൻ ഇന്ന് ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മതി. ആദ്യത്തെ പ്രസംഗം ദൈവസ്നേഹം ഒരുങ്ങി ചെന്നിരിക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു. എനിക്ക് ഒരു വിഷമം കൂടാതെ 1.5 മണിക്കൂർ ആ ഗ്രൂപ്പിൽ നന്നായിട്ട് നയിക്കാൻ സാധിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു വിഷയത്തിന് എനിക്ക് എഴുതി ഒരുങ്ങാൻ അറിയത്തില്ല, വായിച്ചൊരുങ്ങും, പക്ഷെ ഞാൻ കർത്താവിന് സമർപ്പിക്കും. ഞാൻ കണ്ടിട്ടുണ്ടോ എനിക്ക് നോട്ടും കൊണ്ട് ഞാൻ തങ്കച്ചാൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ തങ്കച്ചാൻ്റെ ഒരു നോട്ട് ബുക്കോ അല്ല നോട്ട് എഴുതിയ ഒരു പേപ്പറോ ഒന്നും കാരണം ഒരു ശുശ്രൂഷകന് വേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ് ഓരോ ശുശ്രൂഷയിലും ദൈവത്തിൽ ആശ്രയിച്ച് ശുശ്രൂഷ തമ്പുരാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോട് ചെയ്യല്ല. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്, ഒരു സുവിശേഷകൻ ഒരിക്കലും അവൻ ചെയ്യുന്ന പണി ആകരുത്. ദൈവം ഒന്ന് അവനെ സഭ അവനെ ചേർത്ത് പിടിച്ചു, അതായത് അവന്റെ ശരീരത്തിലേക്ക് ഒട്ടിച്ചേർത്തു. അതുകൊണ്ട് സകല അപ്പോസ്തലന്മാരും മുതൽ ഇങ്ങോട്ടുള്ള സകല പ്രഘോഷകരുടെയും പ്രവാചകന്മാരുടെയും ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരും. അത് നമ്മൾ ഉപയോഗിക്കും. ഞാൻ ദുബായിലെ പവൻചേട്ടൻ അവിടെ പോയി ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരും കൂടെ 7 എമിറേറ്റ്സ് എന്നുള്ള ലീഡേഴ്സിനെ വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞ് KC വൈസ് ചെയർമാനിലെ വന്ന് ഇവരെ അന്ന് 23 ദിവസം ധ്യാനിപ്പിക്കണമെന്ന് പറഞ്ഞ്. ഞാനിതുപോലെ കയറി ചെന്നവരുടെ അച്ഛന്മാർ എല്ലാ എമിറേറ്റ്സിനോടുണ്ട്. അവരെന്നോട് ചോദിച്ചു, നോട്ടൊന്നും ഇല്ല ഇതിനൊന്നും. ഞാൻ പറഞ്ഞു, അച്ഛാ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അച്ഛാ 31-ാം അധ്യായം 33 വരെയുള്ള വാക്യങ്ങൾ എന്താണെന്നറിയാമോ? ആ നാളുകളിൽ ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, എൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ എഴുതും. അപ്പം ഇങ്ങനെ ഒരു കൃപ ലഭിച്ച ആളാണ് അച്ഛൻ. എനിക്കറിയത്തില്ല അച്ഛൻ, അതുകൊണ്ട് ഞാൻ ഇത് തീരുമ്പോൾ അച്ഛൻ പറയണം എന്താ എത്തിയെന്ന്. ഞാൻ പറയുന്നത് ആ 23 ദിവസത്തിന് ടോക്ക് അവർ അന്ന് CD മാത്രമേ ഉള്ളൂ, 6-8 CD 9 CD പിടിച്ചെടുത്തു. അത് CD അല്ല, ടേപ്പ് റെക്കോർഡർ 9-10 ഉണ്ടായിരുന്നു. അതിനകത്ത് പിടിച്ച് എല്ലാവർക്കും അച്ഛൻ 212 പേർക്കും അത് കൊടുത്തു. ഞാൻ പറയുന്നത് അതിപ്പോഴും അവർ യൂട്യൂബിൽ ഇതിനകത്ത് യൂട്യൂബിലല്ല പെൻഡ്രൈവിലിട്ട് ഇപ്പോഴും അവർ ലീഡേഴ്സിന്റെ ട്രെയിനിങ്ങിന് അത് ഉപയോഗിക്കാറുണ്ട്. തങ്കച്ചായ, നമ്മുടെ ഒക്കെ ഗുരുവായ ബഹുമാനപ്പെട്ട പനക്കലച്ചന് തങ്കച്ചാനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. തങ്കച്ചൻ ഇടുക്കി, ഈ ബ്രദറിനെ അറിയാത്തവരായി കേരളത്തിൽ
ചുരുക്കം പേരെ ഉണ്ടാകുകയുള്ളൂ. കാരണം തന്നെ ആത്മാർത്ഥമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഉടനീളം സജീവ സാക്ഷിയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രസംഗവും ജീവിതവും ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഈ മകൻ്റെ സമർപ്പണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും ഒരാവേശം പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഒട്ടേറെ യുവതിയുവാക്കന്മാരെ അദ്ദേഹത്തിന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെറും ഒരു ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ സുവിശേഷ വേല ആരംഭിക്കുമ്പോൾ താൻ എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാനും വചനം ലളിതമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല KSTയുടെയും മറ്റുമൊക്കെ ഔദ്യോഗിക ചുമതല വഹിച്ചുകൊണ്ട് ഇടവകളിലും അതുപോലെ തന്നെ രൂപതകളിലുമൊക്കെ ഒട്ടേറെ സേവനം കാഴ്ചവെച്ചിട്ടുള്ള ബ്രദറിനെ വളരെ നന്ദിയോടുകൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സമയം കിട്ടുമ്പോഴെല്ലാം വരികയും ആളുകൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന, അതിലൊക്കെ സമയം കണ്ടെത്തുന്ന, മുഴുവൻ സമയം കർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു സഹോദരനാണ് ബ്രദർ തങ്കച്ചൻ ഇടുക്കി. ദൈവം പാകെ ആയിരം നന്ദി. ഇങ്ങനൊരു മകനെ ദൈവം സഭയ്ക്ക് തന്നെ നൽകിയതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഡിവൈൻ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഞാൻ നായിക്കുപറമ്പിൽ ചെന്ന് ആദ്യം വന്ന് കാണുന്നത് ഞാനാണ് ഇവിടെ. കാരണം KSTയിലൊക്കെ അവിടെ ഇത്തിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു. ഞാനിവിടെ സെമിനാർ നടത്തി. അന്ന് അച്ഛനവിടെ ഉള്ളപ്പോൾ അതിനു മുമ്പ് തന്നെ പള്ളി വായിക്കുന്ന അച്ഛനൊക്കെ പോകുമ്പോൾ എന്നെ സാക്ഷ്യം പറയാനൊക്കെ ഒരു വിളിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം നായിക്കുപറമ്പിൽ അച്ഛനോടുണ്ട്. പിന്നെ കൂടാതെ പനക്കിലച്ഛനാണെങ്കിൽ ഞാൻ പറയും, അച്ഛാ നമ്മുടെ പ്രേക്ഷിതർക്ക് ധ്യാനം. എനിക്കെപ്പോഴും ലീഡേഴ്സിൻ്റെ കാര്യമുണ്ട് ശ്രദ്ധ, നമ്മൾ ശുശ്രൂഷകരെ ധ്യാനിപ്പിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് ആരംഭിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 2-3 പ്രാവശ്യം വന്ന് അവരെ ധ്യാനിപ്പിക്കാൻ പറ്റി. ഇവിടെ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ വന്നിട്ടുണ്ട്. ഈ കൊച്ചുമാത്തച്ഛൻ്റെ കാലത്ത് പോട്ടയിലാണെങ്കിൽ അവിടുത്തെ ശുശ്രൂഷകരെ 2 പ്രാവശ്യം ധ്യാനിപ്പിച്ചു. ഞാൻ ജെയിംസ് അച്ഛൻ്റെ കൂടെ വന്നു. പിന്നെ കൂടാതെ ഇവിടുത്തെ സെമിനാരിയൻസിൻ്റെ ഖുർആൻ കുത്തുംഖുർആനും എല്ലാം പോകുന്ന പിള്ളേർക്ക് ആന്തരിക സൗഖ്യ ക്ലാസ് എങ്ങനെ എടുക്കണമെന്ന് പഠിപ്പിക്കാനായിട്ട് കൊച്ചുമാത്തച്ഛനെ കൊണ്ടുപോയി. അതുപോലെ തന്നെ ആന്തരിക സൗഖ്യമാണ് എനിക്ക് ഇഷ്ടമുള്ള വിഷയം. അതുകൊണ്ടാണ് പോട്ടയിൽ ചെല്ലുന്നത്. കാരണം ഇഷ്ടം വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു ഇന്നർ ഹീലിംഗിലൂടെ ഇങ്ങനെയായത്. മനസ്സിലായി. ഞാൻ എല്ലാ ദിവസവും 72 മുതൽ പള്ളിയിൽ പോകും. 5 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്ത് ധ്യാനം കൂടുന്നതിന് മുമ്പ് ഞായറാഴ്ച 15 ദിവസത്തിലൊരു കുമ്പസാരിക്കും. അതിനേക്കാൾ ഉപരി ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കും. പക്ഷേ എനിക്ക് മനുഷ്യനെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അന്ന് ഞാൻ ആശുപത്രിയിലേക്ക് ബൈസ്റ്റാൻഡില്ലാത്ത രോഗികളുടെ കൂടി 10-40 ദിവസമൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷേ 81 ധ്യാനം കൂടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ പരിശ്രമം കൊണ്ട് സഭയെ ചലിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അന്ന് എനിക്ക് തോന്നിയിരുന്നത് ഞാൻ സഭയെ ഇപ്പം തന്നെ ശരിയാക്കും. ധ്യാനം കൂടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും നടക്കത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരികയും നമ്മൾ നിത്യജീവനാണ് ജീവിതത്തിൽ അൾട്ടിമേറ്റ് ടൈം എന്ന് കാണുകയും ചെയ്താൽ മാത്രമേ കൃപ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിരിഞ്ഞു വന്നപ്പോൾ എനിക്ക് 10 ലക്ഷം രൂപയോളം കിട്ടിയെങ്കിലും ഞാൻ അതിൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വായിച്ചു കൊടുത്തിട്ട് പറഞ്ഞ്, എനിക്ക് രോഗം വന്ന് കിടക്കുമ്പോൾ നിങ്ങൾ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളതല്ല ഇത്, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഞാൻ തന്നിരിക്കാം. 4 ഭാഗിച്ചിട്ട് 3 ഭാഗം അവർക്ക് കൊടുത്ത് 1 ഭാഗം കൊണ്ടുവന്ന് പള്ളിക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ പള്ളിക്ക് ഒരു ആംബുലൻസ് ഉണ്ട് ഇൻസെൻറ്റീവ് ഫോർ സൊസൈറ്റിക്ക്. ആംബുലൻസിൻ്റെ പകുതിയിലേറെ പൈസ എൻ്റെതാണ്. അപ്പോൾ അതിട്ടുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഇതൊക്കെ കൊടുക്കാൻ കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ മരിക്കുമ്പോൾ പേരിൽ ഒരു അസറ്റും ഉണ്ടാകരുമെന്നാണ്. മനസ്സിലായി. ഇപ്പോഴും അതാണ്. ഞാൻ എന്തുകൊണ്ടൊരു കാർ എടുക്കുന്നില്ല, എനിക്ക് വേണമെങ്കിൽ എടുക്കാൻ സുഖമായിട്ട്. പക്ഷെ ഞാൻ എടുക്കാത്തതിന് കാരണം എനിക്ക് അസറ്റ് ഉണ്ടാകരുത്. നമ്മൾ പാടിയ പാട്ടിന്റെ വരികൾ പോലെ തന്നെ, ഒട്ടേറെ നേടാൻ ഓടിയാലും നേട്ടങ്ങളെല്ലാം എത്ര നേടിയാലും ദൈവത്തെ നേടിയില്ലെങ്കിൽ. ഒരിക്കലേ കോട്ടയത്ത് നടന്നൊരു കൺവെൻഷന്റെ മനസ്സിൽ വരുന്നു. ഇപ്പം ഞാൻ തുറന്ന് പറഞ്ഞോട്ടെ. ആ കൺവെൻഷനിലെ നമ്മുടെ അന്ന്
ഇന്റർ ഡിനോമിനേഷണൽ കൺവെൻഷനാണ്. മഞ്ഞാക്കിളച്ചനെയാണ് പ്രസംഗിക്കാൻ വിളിച്ചിരുന്നത്. ജെയിംസ് മഞ്ഞാക്കൽ. മഞ്ഞാക്കിളച്ചൻ്റെ കൂടെയാണ് ഞാൻ ആദ്യകാലത്ത് മഞ്ഞാക്കിളച്ചനാണ് എന്നെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് നടക്കുന്നത്. കാരണം അച്ഛൻ എന്നെ വിളിക്കുന്നത് തങ്കച്ചൻ എന്നാണ്. അച്ഛനൊരു ടോക്ക് കഴിഞ്ഞാൽ അവർ പറയും അടുത്ത തങ്കച്ചൻ മോൻ്റെ ടോക്കാണെന്ന് പറയും. അപ്പൊ എത്ര ആയിരം പേരുണ്ടെങ്കിലും 1,00,000 പേരൊക്കെ ആലപ്പുഴ കൺവെൻഷനൊക്കെ ഞാൻ 3 ടോക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറയും തങ്കച്ച എന്നെ അവർ വിളിച്ചിട്ടുണ്ട്, ഞാൻ അവരോട് പറയാൻ പോകുന്നത് ഞങ്ങൾക്കൊരു കൊച്ചു കാന്താരിയുണ്ട്, അവനെ തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് കൊടുത്ത് ഞാൻ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ഹിമാലയ സാനുക്കളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന PG വർഗീസ്, ഇപ്പുറത്ത് റേഡിയോ സ്റ്റാർ PG KP യോഹന്നാൻ, ഗർജിക്കുന്ന സിംഹം ഇടുക്കി തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞ് മാനതി അവരുടെ സ്റ്റൈലിൽ അവരടിച്ചതാ. അപ്പൊ ഞാൻ ഓടിച്ചത് വിജയവരൻ പിതാവിനോട് പറയും, പിതാവ് ഇങ്ങനെ അവർ പിതാവ് ഗർജിക്കുന്ന സിംഹമേ വാ, പിതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വിട്ട്. ഞാൻ പറയുന്നത് അവിടെ ഞാൻ പ്രസംഗിച്ചത് വിഷയം ഇതായിരുന്നു, പിന്നെ ആത്മാവിൽ ദരിദ്രർ. ഈ പ്രഘോഷണം കേട്ട് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു 4 ബാർ ഹോട്ടലുള്ള ഒരു മനുഷ്യനും അദ്ദേഹത്തിന് 13 ബസ്സുകളുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് മഞ്ഞാക്കിളച്ചൻ എന്നോട് പറഞ്ഞ് ഒന്ന് വീട്ടിൽ വരാം, എനിക്ക് കുറച്ച് വചനം കേൾക്കണം, ഇപ്പോൾ കേട്ടപ്പോല്ല എനിക്ക് ഭയങ്കര ദാഹം. ഞാൻ പറയും മഞ്ഞാക്കിളച്ചനോട് പറയാൻ അച്ഛനോടെ ഉണ്ട്, അപ്പോൾ അച്ഛനോട് എന്ന് പറയാം, അച്ഛൻ പറഞ്ഞാൽ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹം എൻ്റെ 3ാമത്തെ നിലയിൽ കൊണ്ടുപോയി അവിടെ ഒരു കുഷ്യനിൽ ഇതുപോലത്തെ ഇരുന്നപ്പോൾ ഞാനങ്ങ് താന്നു പോയി. കാരണം ആ സ്പോഞ്ച് ആ രീതിയിലുള്ള ജർമ്മനിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനമാണത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇരുന്നു എന്നോട് പറഞ്ഞ് വചനം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയാം ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒട്ടകം സൂചിക്കുടയിലൂടെ കിടക്കണം. ബ്രദറിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം വൃഥാവിലാണെന്ന്. അതുകൊണ്ട് അത് കേൾക്കാനാണെന്നും പറഞ്ഞ് എന്നെ കൂടെ പറയിപ്പിച്ച് 4:30 എൻ്റെ വണ്ടി ഇടിക്കുകയുള്ള 4:15 വരെ ഇരുന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സോറി തങ്കച്ചാൻ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, ഞാൻ അത്താഴം തന്നില്ല, ഞാൻ വെള്ളം തന്നില്ല കുടിക്കാൻ. അത്ര ആ മനുഷ്യൻ ഒരു അടിസ്ഥാന മാനസാന്തരത്തിന് കൊണ്ടുവരാൻ ഒറ്റ സംഭവം. അപ്പൊ ഞാനത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം നിത്യജീവനാണെന്നുണ്ടാകും. അതിന് തടസ്സമാകാൻ എനിക്കൊരു കാറോ വണ്ടിയോ മറ്റേ വേറെങ്കിലും സൗകര്യങ്ങളോ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ഞാൻ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. വെരി ഗുഡ്. അതാണ് ഇത്ര എനിക്ക് പറയാനുള്ളത്. തങ്കച്ചേട്ടനോട് വേറൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. റോമിൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഈ ഞങ്ങളുടെ ലത്തീൻകാരുടെ ഇടയിലുള്ള അൽമേയരുടെ ഒരു സെൻസസ് എടുത്ത് വിടാം, അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പം ഞാൻ എന്ത് ചെയ്തത്, ഞാൻ എൻ്റെ ഒരു ഡീറ്റെയില് ഒരു 5-6 പേജായിട്ട് ഇടുക്കി പ്രവർത്തിച്ചത്. ഇവിടെ തെരുവ് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറയാൻ സമയത്ത് ഞാൻ പറയാത്തത്. അപ്പോൾ അതും എല്ലാം കൂടെ എഴുതി കൊടുത്തിങ്ങനെ. അപ്പോൾ അതിനെല്ലാം വിജയപുരം രൂപതയിലെ മെത്രാൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. കവല പ്രസംഗം, ലീഡേഴ്സിന് ട്രെയിനിങ്, പിന്നെ മധ്യമാന്മാർക്ക് ക്ലാസ്, പിന്നെ ധ്യാനം, വളർച്ചാ ധ്യാനം, ശിഷ്യത്വ ധ്യാനം, പിന്നെ നേതൃത്വ പരിശീലനം എന്നൊക്കെ പറഞ്ഞ് എഴുതി പിതാവ് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഞാൻ ഇതിനോടെ വെച്ച് വിട്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അതങ്ങനെ എടുത്താണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നോട് അരമനയെന്ന് വിളിച്ച് പറയുന്നത് തങ്കച്ച വരുന്ന ജൂൺ മാസം 23-ാം തീയതി താൻ അരമനയിൽ ചെല്ലണം, അതൊരു രഹസ്യമാണ്, മാർപ്പാപ്പ പ്രഖ്യാപിക്കാതെ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. വികാരിച്ചനും പറഞ്ഞു ഒരു രഹസ്യമാണ്. എന്താണ് രഹസ്യം എനിക്കറിയാം. ഞാൻ വിചാരിച്ച എന്നെ വഴക്ക് പറയാനാണ്. സംഭവിച്ചെന്താണെന്നറിയാമോ, അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വലിയ കസേരയൊക്കെ ഇട്ട് 2 മോൻസിഞ്ഞർമാരെ, ഇപ്പുറത്തൊരു ഷൗരിയാർ, ഇപ്പുറത്തൊരു പ്രോ ക്ലബ് വിഷയത്തെ ബന്ധിപ്പിച്ചോ 3 പേര്. പിതാവ് ഈ കസേരയൊക്കെ ഇട്ട് പറഞ്ഞു ഇത് റോമിലിരുന്ന് വായിക്കേണ്ട സാധനമാണ്. ഞാൻ പിതാവിനോട് മാർപ്പാപ്പയോട് പറഞ്ഞു ഇവിടെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത് പ്രോ എക്ലേഷ്യത്തെ ബന്ധിപ്പിച്ചെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് എനിക്ക് ഈ സഭയെക്കുറിച്ചുള്ള തീക്ഷ്ണത ഇപ്പോഴും ഉണ്ട് എനിക്ക്. ആ തീക്ഷ്ണത പരിശുദ്ധാത്മാവ് കണ്ടുവെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ ഈ വഴി കിടന്നുറങ്ങുന്ന തങ്കച്ചന് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ തരുന്ന കാര്യമുണ്ടോ? ഒരു കാര്യം കർത്താവിന്റെ ശുശ്രൂഷരെ കർത്താവ് മാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ബ്രദറിന് പറയാനുള്ളത്? എനിക്ക് പറയുവാനുള്ളത്, കാലാകാലങ്ങളിലെ ദൈവം മനുഷ്യ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് എനിക്ക് കത്തോലിക്കരായ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഓരോ സൂര്യദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുന്നതാണ്. പക്ഷെ അതൊക്കെ നടന്നു കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറന്നു പോകും എല്ലാവരും. 1-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് 106 വർഷം കഴിഞ്ഞ 2-ാം വത്തിക്കാൻ കൗൺസിലാണ്. ത്രന്തോസ് സൂര്യദിവസം കഴിഞ്ഞിട്ട് ഏതാണ്ട് 306 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സൂര്യദിവസം. അപ്പോൾ അത് ജനങ്ങൾ ആരും അറിയത്തില്ല. അതുകൊണ്ടാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പ്രത്യേകം പറഞ്ഞത് നമുക്ക് എല്ലാ തുടരെ സിനഡുകൾ നടത്തി ഈ ചൈതന്യം ജനങ്ങളിൽ എത്തിക്കണമെന്ന്. അത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ആ ചൈതന്യത്തിൽ നമ്മൾ വളർന്നു നിന്നെങ്കിൽ മാത്രമേ സഭയെയും ലോകത്തെയും നവീകരിക്കാൻ നമുക്ക് പറ്റൂ, അല്ലാതെ പറ്റത്തില്ല. കാരണം നമ്മൾ ഇത് സഭയുടെ ജോലിയാണ്, സുവിശേഷ പ്രഘോഷണവും മാനസാന്തരപ്പെടുത്തലും എല്ലാം. ആ സഭയിൽ ഉൾച്ചേർന്ന് നിന്ന്
എല്ലാ മനുഷ്യരോടും ബന്ധം. ഞാനിവിടെ ഈ ഡയലോഗ് വത്തിക്കാൻ കൗൺസിൽ പറയുന്ന ഡയലോഗ് വേണമെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ തൂത്തുറ്റി യാക്കോബക്കാരുടെ കേന്ദ്രമാണ് അവിടെ വെച്ച് അവരുടെ വൈദികരും അതോടൊപ്പം തന്നെ പിതാവ് ഇതിലാണ് കൂടിയത് ഓൺലൈനിൽ. ബാക്കി പ്രേക്ഷിതരെയും കൂടെ വിളിച്ചു കൂട്ടി 5 ദിവസത്തെ ധ്യാനം അവിടെ നടത്തി. അതുപോലെ കേരളത്തിൽ ഒരു 5-6 സ്ഥലത്ത് അങ്ങനെയുള്ള ഇവർക്ക്, അതുപോലെ ഓർത്തഡോക്സ് സഭയിലെ ധ്യാനം, ഇതൊക്കെ നടത്തുന്നതിൻ്റെ കാരണം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവരോടൊക്കെ ഡയലോഗ് വേണമെന്ന്. അപ്പോൾ ഡയലോഗുള്ള മാർഗ്ഗമാണ് നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ധ്യാനത്തിനുള്ള കഴിവുകൾ. ഞാനത് വിനിയോഗിക്കാറുണ്ട്, മനസ്സിലായ എല്ലായിടത്തും പോകാറുമുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത് അതാണ്. പിന്നെ എല്ലാ മനുഷ്യർക്കും ക്രിസ്തുവിന് ആവശ്യമാണ്. ക്രിസ്തു ഒരിക്കലും ഒരു ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല. പ്രത്യേകിച്ച് ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു ഒരിക്കലും ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല. അവൻ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ ആനന്ദത്തിന്റെ സദ്വാർത്ത. ഈ സദ്വാർത്ത സ്വീകരിക്കാൻ തയ്യാറാകണമെങ്കിൽ നാം പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവന്റെ ആത്മാവിനെ നമുക്ക് നൽകും. തങ്കച്ചൻ ബ്രദർ പറഞ്ഞ വാക്കുകളിൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത്രയും ലളിതമായി ജീവിച്ച്, അതായത് ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു തരി നാണയം പോലും എൻ്റെ പേരിൽ ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തങ്കച്ചൻ ബ്രദറിനെ പരിചയപ്പെടാനും ആശംസകൾ അർപ്പിക്കാനും നമുക്ക് ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഡിവൈൻ റിട്രീറ്റ് സെന്ററിന്റെ സുപ്പീരിയറായ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് നെടുന്തുരുത്തിയിൽ. അച്ഛാ, നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചൻ ബ്രദറിനെ കുറിച്ച് അച്ഛന് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയിലെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ബ്രദർ ഇടുക്കി തങ്കച്ചനാണ്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് 1981 മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വചനപ്രഘോഷണം നടത്തുന്ന ഒരു സഹോദരനാണ് ഇടുക്കി തങ്കച്ചൻ. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇടുക്കി തങ്കച്ചൻ ആണ് എങ്കിലും ഇദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ പൂങ്കാവ് എന്ന സ്ഥലത്താണ്. സാധാരണ ആളുകളെല്ലാം അറിയപ്പെടുന്നത് ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലാണ്. ഈ ലീമായിലെ റോസ എന്നൊരു വിശുദ്ധിയുണ്ട്. ലീമായിൽ ജനിച്ച റോസ എന്നാണ് അതുവഴിയായിട്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ തങ്കച്ചൻ ബ്രദർ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയുടെ വെളിച്ചത്തിലാണ്. അദ്ദേഹം ജീവിതത്തിലെ ഭൂരിഭാഗവും ജോലി ചെയ്തത് ഇടുക്കി ജില്ലയിലായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഇടുക്കി തങ്കച്ചൻ എന്ന് അറിയപ്പെടാനായിട്ട് ഇടയാകുന്നത്. അദ്ദേഹം ഒരു സർക്കാർ സർവീസിൽ ജോലി ചെയ്തയാളാണ്. 12 വർഷമായി അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് സർക്കാർ സർവീസിലായിരുന്നപ്പോഴും ഇപ്പോഴും അദ്ദേഹം തൻ്റെ വചന ശുശ്രൂഷ 1981 മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ സേവനത്തെ മാനിച്ച് സഭ അദ്ദേഹത്തിന് പ്രോ എക്ലേസിയ എത്ത് പൊന്തിഫിച്ചിയ എന്ന ഒരു പദവി നൽകി 2015 ആദരിക്കുകയുണ്ടായി. പ്രോ എക്ലേസിയ എത്ത് പൊന്തിഫിച്ചിയ എന്ന് പറഞ്ഞാൽ ഫോർ ദ ചർച്ച് ആൻഡ് ദ പോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഷെവലിയർക്ക് തൊട്ട് താഴെയുള്ള ഒരു പദവിയായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സേവനത്തെയും ശുശ്രൂഷയും മാനിച്ച് സഭ അദ്ദേഹത്തിന് നൽകിയതാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ഒരു ഏകസ്ഥ ജീവിതമാണ് നയിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അദ്ദേഹം വൈദികനാകാനായിട്ട് വളരെയധികം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഈശോ സഭയിൽ ചേർന്ന് വൈദികനാകാനായിട്ട് ആഗ്രഹിച്ചു. പല പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. ഈശോ സഭയിൽ സാധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം മിഷൻ രൂപതകളിലൊക്കെ ചേരാനായിട്ടും മറ്റ് ഡൈസുകളിലൊക്കെ ചേരാനായിട്ടും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. കാരണം ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നമ്മുടെ പദ്ധതിയുമായിട്ട് ചേർന്ന് പോകണം എന്നില്ലല്ലോ. പക്ഷേ ഒരു വൈദികൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വചനപ്രഘോഷണ രംഗത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ അത്ഭുതമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോട്ടയാശ്രമത്തിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുമൊക്കെ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനികളെ അവരുടെ മദ്യപാനശീലം നിർത്തി സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് അദ്ദേഹം ചെയ്യുന്ന സേവനം
നിസ്തുലമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹം ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിലെ ധ്യാനത്തിൽ സഹായിക്കുകയുണ്ടായി എന്ന് അറിയുന്നതിനായിട്ട് ഇടയായി. ഈ അവസരത്തിൽ ഗുഡ്നസ് ടി വിയിലെ ഈ പ്രോഗ്രാമിലേക്ക് ബ്രദർ ഇടുക്കി തങ്കച്ചനെ ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഗുഡ്നസ് ടി വിയുമായിട്ടും ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററുമായിട്ടും വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രദർ ഇടുക്കി തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇനിയും കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് പോകുന്നതിനുള്ള അവസരങ്ങൾ ദൈവം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ആയുസ് നൽകി, ആരോഗ്യം നൽകി, ജീവിതത്തിലെ പ്രവർത്തനങ്ങൾക്ക് വിജയം നൽകി അദ്ദേഹത്തെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഈ വേദിയിലേക്ക് കടന്നു വന്ന് ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ പഠിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ബ്രദറിന് പ്രത്യേകമായ വിധത്തിൽ ഗുഡ്നസ് ടി വിയുടെ പേരിലും ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ പേരിലും നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ തങ്കച്ചൻ ബ്രദറിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഉള്ള എല്ലാ സജീവമായിട്ടുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി പടപൊരുതുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നാം ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇത് നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനം ലഭിക്കുവാൻ ഇടവരുത്തട്ടെ. ദൈവത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ, ഏതു പ്രതിസന്ധിയിലും കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നയിക്കുവാൻ തീർച്ചയായും ഈ സന്ദേശം നമുക്ക് കരുത്തായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവിൽ നിന്ന് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതവും പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഈ ജീവിത അനുഭവ സാക്ഷ്യം നമുക്കും ഇടവരുത്തട്ടെ. ആമേൻ. നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വ്യക്തിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.